സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. എന്റെ പേര് സത്യശീലൻ എന്നാണേ. ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, കുറെ കാലം ഗൾഫിലായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ വന്ന് എനിക്കൊരു കട തുടങ്ങണം സാറേ. ഇവിടെ അതിനുള്ള സ്ഥലമില്ല കേട്ടോ. ഇവിടെയല്ല, പുറത്തും നടക്കൂല. പുറത്തിപ്പോ കൊലേ കാലമായിട്ട് നമ്മളെ ബാബു കച്ചവടം ചെയ്യും. അടുത്താ ഞങ്ങൾ ചായ ഒക്കെ ഇങ്ങോട്ട് വരുത്തിക്കല്. അത് നടക്കൂല. പിന്നെ വേറൊരു മുറി ഒഴിവില്ല അല്ലേ? ഒഴിവില്ല അവിടെ. അല്ല അവിടെയല്ല, ഞാൻ ടൗണിലാണ്. ടൗണിലാണ്? മാളാണോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ? ഇല്ല സാറേ, ഇത് ചെറിയ ഒരു കടയാണ്, മറ്റേ പഴത്തിന്റെ കടയാണ്. ഈ പഴവർഗ്ഗങ്ങള്. അതെ. അല്ല അതൊക്കെ തുടങ്ങണമെങ്കിൽ ഒരുപാട് സ്ഥല സൗകര്യമൊക്കെ വേണമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഇത് ചീത്താതിരിക്കാനായിട്ട് ശീതീകരിച്ച ഒരു കണ്ടെയ്നർ സ്റ്റോറേജ് വേണം. അതൊക്കെ ഉണ്ടാ? അയ്യേ, അത്രയും വലിയൊരു കടയൊന്നും അല്ല സാറേ. ഞാന് കോയ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഒരു കടമുറി ഇപ്പൊ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. പലിശക്ക് പൈസ ഒക്കെ എടുത്തിട്ടാണ് ഇപ്പൊ തുടങ്ങണത് നമ്മള്. അല്ല, ഈ പലിശക്ക് പൈസ എടുക്കാൻ നിങ്ങളോട് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഉണ്ടോ? എന്താ പ്രശ്നം എന്ന് വെച്ചാല് സാറേ, ഞാൻ ഗൾഫിലായിരുന്നല്ലോ. അപ്പൊ അവിടെ നമ്മുടെ കച്ചവടമൊക്കെ ആകെ പ്രശ്നമായി. ഇപ്പൊ കച്ചവടമൊന്നും ഇല്ലാണ്ടായി. അങ്ങനെ ഇപ്പൊ നാട്ടിലേക്ക് പോന്നിരിക്കുകയാണ്. ഇനിയിപ്പോ ഏതായാലും ഞാൻ തിരിച്ചു പോണില്ല. എന്റെ പൊന്നു സുഹൃത്തെ, ഗൾഫിൽ ഇത്രയും സൗകര്യവും സെറ്റപ്പും ഒക്കെ ഉള്ള അവിടെ ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെടാത്ത നിങ്ങൾ ഇനി കേരളത്തിൽ വന്നിട്ട് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ പോകണി. അതല്ല മന്മത്, വേറൊരു ജോലി അറിയണ്ടാവില്ല. അവിടെ ഇപ്പൊ കച്ചവടമല്ലേ ചെയ്തിരുന്ന, അപ്പൊ ഇവിടെ ഒന്നൊരു കച്ചവടം ചെയ്തോക്കെ അത്ര തന്നെ. അപ്പൊ ഞങ്ങൾ മൂന്നാളും ഉദ്ഘാടനത്തിനോട് എത്തിക്കോളാം. നമുക്ക് സാറാക്കാട്ടോ. ആയിക്കോട്ടെ. എന്നാ ശരി. എന്നാ അല്ല, ഞാൻ ഉദ്ഘാടനം ക്ഷണിക്കാൻ വേണ്ടി വന്നതല്ല സാറേ. നമുക്ക് ഇവിടുന്ന് ലൈസൻസ് കിട്ടിയിട്ടില്ല. ലൈസൻസ് വേണമല്ലോ. ലൈസൻസ് കിട്ടിയില്ല ഇതുവരെ? ഇല്ല, ഇവിടുന്നല്ലേ തരേണ്ടത്. അല്ല, ലൈസൻസ് കിട്ടാണ്ട് നിങ്ങൾ ഉദ്ഘാടനത്തിന് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്താൽ? അതെ, അതിപ്പോ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 5 ദിവസത്തിന്റെ ഉള്ളിൽ കിട്ടുമല്ലോ. ആര് പറഞ്ഞു? അല്ല, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ഒരു പണി, വേഗം പത്രാഫീസിലേക്ക് പോയിക്കോളി, ഓടുന്നു വരും. അല്ലാണ്ട് ഇവിടുന്ന് 5 ദിവസം കൊണ്ടൊന്നും കിട്ടൂല. അല്ലേ? അല്ല സാറേ, ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, രേഖയൊക്കെ ഉണ്ട്. ഇവിടുന്നുണ്ടാ? ഈ ആരുടെ കടമുറി? കോയയുടെ. അപ്പൊ കോയയുടെ സമ്മതപത്രം വേണം. കൊണ്ടുണ്ടോ? പിന്നെ 2 ഫോട്ടോ വേണം. അയ്യോ, ഫോട്ടോ ഇല്ല. ഫോട്ടോ എടുക്കണം. ഫോട്ടോ ആരെടുക്കും? അല്ല, ഞാൻ എടുക്കാം. എടുത്താൽ മതി. പിന്നെ എന്തൊക്കെ പേപ്പറുകൾ വെച്ചാലേ അതാ മന്മഥ സാറേ ഒന്ന് കാണിച്ചു. ഇതൊക്കെ പെൻഡിങ് ഇതൊക്കെ ഉള്ള ഫയൽ അതെല്ലാം ശരിയാക്കി കാര്യത്തിന്റെ. നിങ്ങളെ കാര്യം ഓർത്തിട്ട് എനിക്ക് ചിരി വരികയാണേ. ഗൾഫിൽ പോയിട്ട് ബിസിനസ് ചെയ്തിട്ട് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാ പിന്നെ ഇതിലാരാ ഒപ്പിട്ടേക്കണേ? അതില് കോയ. രണ്ടൊപ്പം ഒരാൾ തന്നെ ഇട്ടെ? കടോടമ. ഒപ്പ് വ്യത്യാസമുണ്ട്? ഇല്ല, ഒരാൾ. നിങ്ങളിത് നോക്കിയ കോയ 1 വര 2 കുത്ത് ഈ ഒപ്പില്. ഇനി ഇത് ഈ ഒപ്പ് നോക്കിയ കോയ 1 വര 1 കുത്ത്. ഒപ്പ് വ്യത്യാസം. അല്ല, അത് ഒരു കുത്തല്ലേ ഉള്ളൂ സാറേ, അത് കുഴപ്പമില്ല. ഞാടാ ഒരു കുത്ത് ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ട് അറിയാമോ? അതുകൊണ്ട് നിങ്ങൾ വേറെ വല്ലാണ്ട് കുത്തിടാൻ നിൽക്കല്ലോ. സർക്കാർ ഓഫീസർ ഇങ്ങോട്ട് നോട്ടാ സാറേ. അതെ, ഈ ഒപ്പിട്ട് ഇത് വെച്ചിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. ഇല്ല സാറേ, അത് ഒറ്റ ആളിട്ടതാണ്. അല്ലേ? ഇത് നിങ്ങൾ കുറെ ഇടങ്ങറാവൂട്ടോ. നോക്കി സാറേ, നോക്കി ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ഒക്കെ മാറ്റിക്കളി. ഇതേ ഒപ്പ് വ്യത്യാസമുണ്ട് ഇല്ലേ? ഇതേ 2 ആളിട്ടൊപ്പ്. അത് അല്ല സാറേ, ഇത് ഒറ്റ ആളിട്ട തന്നെയാണ്. ഇത് കോയിട്ടതാണ്. ഒരാളിട്ട 2 ഒരേപോലെ ഇരിക്കില്ലേ? ഇത് 2 സൈസിലിരിക്കുന്നത്. 2 ആളിട്ടതാണ് ഇതേ. കണ്ട? അതെ. അയ്യോ, എന്താ ഈ പറയണത് സാറേ? ഇത് കോയിട്ട തന്നെയാണ്. ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാണ്. അല്ല സുഹൃത്തെ, നിങ്ങൾ കോഴി ഇട്ടതാണ് കൊക്ക് ഇട്ടതാണെന്ന് പറഞ്ഞാൽ ഇതിലൊരു കുത്തിന്റെ കുറവുണ്ട് കേട്ടോ. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലേ? പിന്നെ ഇത് പറ്റില്ല സാറേ. ഞാൻ ഉദ്ഘാടനമൊക്കെ ഫിക്സ് ചെയ്തതാണ്. അതെ, കുത്ത് ഞാൻ അങ്ങോട്ടാ സാറേ. മോളെ കല്യാണത്തിന് ഡേറ്റ് ഒന്നും അല്ലല്ലോ. ഒരു പീഡിയന്റെ അല്ലേ, ഒക്കെ മാറ്റാം നമുക്ക്. നിങ്ങൾ ആദ്യം കോയനെ വിളിച്ചിട്ട് വരി. സൂപ്പർ സ്റ്റാർ മന്ത്രി ഒന്നും വരുന്നില്ലല്ലോ ഉദ്ഘാടനത്തിന്. അല്ലേ സുഹൃത്തെ, ഞാൻ പറഞ്ഞുകൊണ്ട് വേറൊന്നും തോന്നരുത്. നിങ്ങൾ ബിസിനസ്സിൽ പരാജയമാണ്. അത്ര ഫ്ലോപ്പാണ്. ഹെൽപ്പ് ചെയ്തിട്ട് ഇനി ഇപ്പൊ തുടക്കത്തിലെ പരാജയമാണ്. കണ്ടോ? നിരുത്സാഹപ്പെടുത്തി. ഞാൻ ഉള്ള സത്യസന്ധമായ ഒരു കാര്യം പറയണേ സാറേ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം സാറേ. ഞാൻ കോയെ കൂട്ടിയിട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇനി ഇപ്പൊ പോയിട്ട് നിങ്ങൾ എപ്പോ വരാനാ? എപ്പൊ തന്നെ 3 മണിയായില്ലേ? 5 മണിക്ക് ഓഫീസ് അടയ്ക്കൂ. അതെ, 5 മണി വരെ അല്ലേ? ഞാൻ ഇതിന്റെ ഉള്ളിൽ വരാം സാറേ. പിന്നെ ഒന്നുകൂടെ ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ വെറുതെ സാറേ നിങ്ങൾ വന്നിട്ടിരിക്കും. ശരി സാർ. എന്നാൽ എന്തിനാ ആൾക്കാരെങ്ങനെ ഇടങ്ങേറാക്കണം? ഏടെയും പോയി രക്ഷപ്പെടുത്തേന്ന്. എന്റെ മൊയ്തു സാറേ, അയാളുടെ മുഖലക്ഷണം കണ്ടാൽ അറിയാം അയാളൊരു പരാജയമാണ്, ഭൂലോക തോൽവിയാണ്. നിങ്ങൾ ആരെ കൈനോട്ടക്കാരനോ? മുഖലക്ഷണം പറയും. എന്നെങ്കിലും ഒരു ദിവസം അയാൾ തിരിച്ചറിയും. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും, സാറേ നിങ്ങളെന്ന് പറഞ്ഞത് വളരെ ശരിയായിരുന്നു. ബിസിനസ് ചെയ്യണത് എവിടെ? ഇവിടെ.